ഹായ്. ഞാനിന്ന് സംസാരിക്കാൻ പോണത് നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണി, രവീന്ദ്ര ജഡേജ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതിനെക്കുറിച്ചാണ്. ഓക്കെ, അതൊരു ലോങ് സ്റ്റോറിയാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 10-12 വർഷങ്ങളുടെ ഒരു വലിയ സ്റ്റോറിയാണ്. 2023 IPL ഫൈനലിൽ അറിയാം. ഓക്കെ, രവീന്ദ്ര ജഡേജ ഫിനിഷ് ചെയ്യുന്നു, മഹേന്ദ്ര സിംഗ് ധോണി അന്ന് ജഡേജയെ തൂക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിന് ഓൾമോസ്റ്റ് ഒരു 12 വർഷത്തെ സ്റ്റോറി പറയാനുണ്ടാവും. കാരണം ധോണി ഒരിക്കലും അത്ര ഇമോഷണൽ പേഴ്സൺ അല്ല. ഈ കപ്പ് ജയിക്കുന്ന സമയത്താണെന്ന് വെച്ചാൽ വളരെ കൺട്രോൾഡ് ആൻഡ് കമ്പോസ്ഡ് ആയിരിക്കും. പ്രത്യേകിച്ച് ഒരുപക്ഷെ വളരെ റയറസ്റ്റ് സിറ്റുവേഷനിൽ മാത്രമാണ് ആൾ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള 2-3 സിറ്റുവേഷൻ വന്നു. ഒന്ന് 2011 വേൾഡ് കപ്പ് ആയിരുന്നു, ഒന്ന് 2011 IPL ഒരു മാച്ച്, അതും ഫൈനലായിരുന്നില്ല. ഓക്കെ, പിന്നെ ഈ ഒരു മാച്ചിലും ഇതിലാണ് ഹൈലി ഇമോഷണൽ ആയിരുന്നു. അതിനെ ഒരു പ്ലെയറിനെയൊക്കെ തൂക്കുക എന്നുള്ള ലെവലിലേക്ക് ധോണി പോയിട്ടുള്ളത് വളരെ റയറസ്റ്റ് ഓഫ് സിറ്റുവേഷൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു സ്റ്റോറി ബാക്കിലുണ്ട്. ഓക്കെ, കാരണം ധോണിയിലേക്ക് അല്ലെങ്കിൽ ധോണിയും ജഡേജയും ഒന്നുചേർന്ന ഒരു സ്റ്റോറി. 2008 IPL തുടങ്ങിയപ്പോൾ ആ സമയത്ത് ജഡേജ രാജസ്ഥാൻ റോയൽസിൻ്റെ പ്ലെയറായിരുന്നു. ഓൾമോസ്റ്റ് 2 വർഷം എന്തോ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചു. അപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് പൊതുവേ സെലക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള കുറേ ടീമുകളുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. എന്നാൽ മെയിനായിട്ടുള്ള CSK, മുംബൈ, കൊൽക്കത്ത, RCB ഇങ്ങനെയുള്ള ടീമുകളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടുക, അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ കിട്ടുക, പീപ്പിളിലേക്ക് കൂടുതൽ റീച്ച് ചെയ്യുക. അപ്പോൾ ജഡേജ ആ സമയത്ത് കരിയർ ഓപ്പൺ ചെയ്തിട്ടില്ല, ഇന്ത്യൻ ടീമിലേക്ക് എത്തിച്ചിട്ടില്ല. ഈവൻ വിരാട് കോഹ്ലി എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഹി വാണ്ട് ടു എസ്റ്റാബ്ലിഷ് കരിയർ. അപ്പോൾ രാജസ്ഥാൻ റോയൽസിൽ നിന്നും വേറൊരു ടീമിലേക്ക് പോകണം എന്നൊരാഗ്രഹം ജഡേജയ്ക്ക് ഉണ്ടായിരുന്നു. ഇത് ആൾ പബ്ലിക്കായിട്ട് എക്സ്പ്രസ് ചെയ്യണം. അതിനുശേഷം ആൾ ഈവൻ എന്താ പറയുക, കേരള ടസ്കേഴ്സ് ആ ടീമിലും കളിച്ചിട്ടുണ്ടായിരുന്നു 2 വർഷം. അപ്പോൾ വേറൊരു ടീമിലേക്ക് മാറണം, ഒരു മെയിൻ ടീമിലേക്ക് മാറണം എന്നുള്ളൊരാഗ്രഹം പുള്ളിക്കാരൻ എക്സ്പ്രസ് ചെയ്യണം, പബ്ലിക്കായിട്ട് എക്സ്പ്രസ് ചെയ്യണം. ആക്ച്വലി BCCIയുടെയും IPL റൂൾ പ്രകാരം അങ്ങനെ നമ്മൾ ഒരു ഓപ്ഷന് മുമ്പൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ നമ്മൾ പറയാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു കാരണം കൊണ്ട് പുള്ളിക്കാരന് ഒരു വർഷത്തെ ബാൻ കിട്ടണം. ഒരു വർഷം IPLലേക്ക് ബാൻ ചെയ്തിട്ട് അയാൾക്ക് ആ വർഷം കളിക്കാൻ പറ്റില്ല. അടുത്ത വർഷം ഓപ്ഷൻ വരികയാണ്. ഓപ്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഡിസൈഡായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ബമ്പൻ ടീമുകളിൽ ഈവൻ CSKയുടെ ഭാഗമായിട്ടൊക്കെ കളിക്കണം എന്ന രീതിയിൽ. അപ്പോൾ അടുത്ത ഓപ്ഷൻ വരുന്ന സമയത്ത് ധോണി പിക്ക് ചെയ്യാണ്. ധോണി പൊതുവേ ഓപ്ഷൻ വരുന്ന സമയത്ത് ഒരു പ്ലെയേഴ്സ് ഉണ്ടാവും, അവരെനിക്ക് വേണം എന്നൊരു രീതിയിലാണ്, ദിസ് പ്ലെയേഴ്സ് മസ്റ്റ് എന്ന ലെവൽ. അപ്പോൾ പറഞ്ഞു വിട്ടണം, ബാക്കിയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യും, പക്ഷേ ഈ പ്ലെയേഴ്സ് എന്തെങ്കിലും ആണെന്ന്. അപ്പോൾ ധോണിയുടെ ഒരു ആഗ്രഹത്തിൽ ചെന്നൈയിലേക്ക് എത്തുകയാണ് രവീന്ദ്ര ജഡേജ. 2012 IPLാണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് ചെന്നൈയിൽ. ഓക്കെ, അങ്ങനെ ധോണിയുടെ പ്രിയപ്പെട്ടവനായിട്ട് ജഡേജ CSK വളരെയാണ്. ധോണിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 3 പ്ലെയറായിരുന്നു. ഒന്ന് ജഡേജ, റൈന, അശ്വിൻ. ഈ ട്രയോ ഇന്ത്യൻ ടീമിലേക്ക് പിന്നീട് എത്തിച്ചേരുകയാണ്. ഈവൻ റൈന ഏറ്റവും നേരത്തെ തന്നെ സ്വന്തം ഈ വഴി കൂടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരുടെയും ഏകദേശം ജേണിയിൽ ധോണിക്ക് വലിയ റോളുണ്ട്. ഈവൻ അശ്വിൻ്റെ കാര്യത്തിലാണ് ശരി, ജഡേജൻ്റെ കാര്യത്തിലാണെങ്കിൽ. അങ്ങനെ ജഡേജ ധോണിക്ക് പ്രിയപ്പെട്ടനായി ഇന്ത്യൻ ക്രിക്കറ്റിലും ആൻഡ് IPL ക്രിക്കറ്റിലെ CSKയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നോർമൽ ബൗളർ ആയിരുന്നുള്ള ജഡേജ പിന്നീട് അങ്ങനെ ഒരു ബെസ്റ്റ് ടെസ്റ്റ് ബൗളർ ആകുക, ഓൾറൗണ്ടർ ആകുക എന്നുള്ള ലെവലിലേക്ക് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജഡേജയ്ക്ക് ധോണിയുടെ ഭയങ്കര നല്ല ബാക്കിംഗ് ഉണ്ടായിരുന്നു. കാരണം ഹി വാണ്ട് ആൾവേസ് നല്ല ബെസ്റ്റ് ഫീൽഡറും ആയിരുന്നു ജഡേജ. അപ്പോൾ ഏത് 3 ഡിപ്പാർട്ട്മെൻറ്റിൽ ബെസ്റ്റായി ചെയ്യണമെന്നുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ധോണി ഏറ്റവും പ്രിയപ്പെട്ടവനായി കൺസിഡർ പെടുന്ന ഒരു പ്ലെയറായിരുന്നു ജഡേജ. പിന്നെ 2015 IPL കോഴ വിവാദം വന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടീം പിരിച്ചുവിടുന്നതിൽ വന്നു. ടീം പിരിച്ചുവിട്ടപ്പോൾ ധോണിയും ജഡേജയും വേറെ ടീമിലേക്ക് പോവുകയാണ്. ഓക്കെ, ജഡേജ ഗുജറാത്ത് ലയൺസ് ആ ടീമിലേക്കും പോകുന്നു, ധോണി റൈസിൻ പൂനെ ടീമിലേക്കും പോവുകയാണ്. ഓക്കെ, അങ്ങനെ ഇവർ 2 ഓപ്പോസിറ്റ് ടീമിലേക്ക് മാറുകയാണ്. ഒരു സീസണിൽ 2016-17 ഒരു സീസണിൽ ധോണി ഭയങ്കര ഫ്ലോപ്പായിരുന്നു, വളരെ ഫ്ലോപ്പായിരുന്നു. ആ സമയത്ത് എല്ലാവരും ധോണി റിട്ടയർ എന്ത് കളിക്കാൻ അങ്ങനെ ലെവലിലേക്ക് വളരെയധികം ക്രിറ്റിസിസം ഫേസ് ചെയ്യുക, വളരെയധികം ജഡ്ജ്മെൻറ്റ് ഫേസ് ചെയ്യുക. അങ്ങനെ ഫേസ് ചെയ്ത് തന്നെ ട്വിറ്ററിലൊക്കെ ഭയങ്കര റിയാക്ഷൻസ് ആയി നിൽക്കുന്ന ഒരു ലെവലായിരുന്നു. അങ്ങനെ ഒരു മാച്ചിൽ ധോണിയുടെ ടീം, അതായത് പൂനെ ടീമും ഗുജറാത്ത് ടീം ജഡേജൻ്റെ ടീമും നേർക്കുന്നവർ വരികയാണ്. ഓക്കെ, ദാറ്റ്സ് മാച്ച് ബിറ്റ്വീൻ ദം. ആ മാച്ചിൽ ധോണി വളരെ ഓൾറെഡി സ്ട്രഗ്ലിംഗ് ആണ്. ആ മാച്ചിൽ ധോണിക്ക് എതിരെ ബോൾ ചെയ്യാൻ വരുന്നത് രവീന്ദ്ര ജഡേജയാണ്. രവീന്ദ്ര ജഡേജ ബോൾ ചെയ്യുന്നു, ധോണിയെ ഔട്ടാക്കുകയാണ്. 1 റണ്ണിനെ ധോണി അവിടെ ഔട്ടാക്കുകയാണ്. ഓക്കെ, ജഡേജ
ധോണിയെ LBWയിൽ കുരുക്കി ഔട്ടാകുകയാണ്. ഓക്കെ, അപ്പോൾ എക്സ്ട്രീം വീണ്ടും പ്രഷർ കൂടി. വീണ്ടും ഒരു മാച്ച് കഴിയുമ്പോഴേക്കും ഈ മാച്ച് കളിച്ചില്ലെങ്കിൽ അപ്പോഴും ട്വിറ്റർ ഭയങ്കര റിയാക്ട് ചെയ്യും, എന്താണ് ധോണി ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അന്നത്തെ വൈകിട്ട്, ഈ മാച്ച് കഴിഞ്ഞ് പോയതിന് ശേഷമുള്ള അന്നത്തെ വൈകിട്ട് നമ്മുടെ അതായത് തൻ്റെ തലവന് വേണ്ടിയിട്ടുള്ള ധോണിയുടെ അല്ലെങ്കിൽ രവീന്ദ്ര ജഡേജയുടെ ട്വീറ്റ് വരികയാണ്. ഓക്കെ, അതിന് എക്സ്ട്രീം പ്രഷർ. ഇതൊക്കെ പ്രൊഫഷണലായിട്ട് ഹാൻഡിൽ ചെയ്യണം ഒന്നാമത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ആ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യാറില്ല. പക്ഷേ പ്രൊഫഷണലായിട്ട് ഹാൻഡിൽ ചെയ്യണം. ആ ഒരു ഭയങ്കര എക്സ്ട്രീമായി നിൽക്കുന്ന സമയത്ത് ധോണി തൻ്റെ ലീഡർക്ക് വേണ്ടി അന്ന് ട്വിറ്ററിലേക്ക് എത്തിച്ചേരുകയാണ്. കാരണം അന്ന് രവീന്ദ്ര ജഡേജ ധോണിയുടെ വിക്കറ്റ് എടുക്കുന്നു. അന്ന് വൈകിട്ട് ട്വിറ്ററിൽ ട്വിറ്റ് വരികയാണെന്ന്, നിങ്ങൾ എന്തിനാണ് ഈ മനുഷ്യനെ ഇത്രയും ക്രിറ്റിസൈസ് ചെയ്യാണ്, നിങ്ങൾ അയാളുടെ കരിയറിലേക്ക് നോക്കൂ, ആ മനുഷ്യൻ എന്തെല്ലാം ഇന്ത്യൻ ക്രിക്കറ്റിന് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു വർഷത്തെ ബാഡ് ഫോം കൊണ്ട് ഒരു വ്യക്തിയെ എഴുതി തള്ളരുത് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ടോട്ടലി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് അത്. ധോണിയും ജഡേജയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ബോണ്ടിങ്ങിൻ്റെ ഒരു ഡെപ്താണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ടോട്ടലി അതൊരു പ്രൊഫഷണൽ സിറ്റുവേഷൻ ആയിരുന്നു, ഹീസ് ബോളിങ്. അപ്പോൾ അത് പ്രൊഫഷണലായിട്ട് തന്നെ പോകേണ്ടത്. പക്ഷേ എത്രത്തോളം അന്നത്തെ ഒരു ദിവസം ധോണിയുടെ വിക്കറ്റ് എടുത്തതിന് അതിനൊരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ധോണിയെ ബാക്ക് ചെയ്ത് വരുന്നത് രവീന്ദ്ര ജഡേജയാണ്. ഓക്കെ, അങ്ങനെ ആ ഒരു ബന്ധം ആ രീതിയിൽ തന്നെ ബെറ്റർ കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ IPL ബാൻ കഴിഞ്ഞ് 2015 വീണ്ടും തിരിച്ചു വരുന്നു. ഓക്കെ, ഒബിയസ്ലി ധോണിയുടെ ഫേവറേറ്റ് ജഡേജ. എല്ലായ്പ്പോഴും ധോണി എപ്പോഴും ആളെ വിളിക്കാറുള്ളത് സർ ജഡേജ എന്ന രീതിയിലാണ്. എന്നാൽ ആ ഒരു സർ പദവി കൊടുത്തിട്ടാണ് ജഡേജയെ ധോണി എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. 2018 കഴിഞ്ഞു, 2019 കഴിഞ്ഞു, 2020. ഏതൊരു കാര്യം ഞാൻ എപ്പോഴും വിശ്വസിക്കണം, നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യം വിജയിക്കുമ്പോൾ ലോട്ട് ഓഫ് പീപ്പിൾ നമ്മളെ സഹായിക്കും, ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പല സിറ്റുവേഷനിലും നമ്മൾ ഗ്രോ ചെയ്യാൻ വേണ്ടി, നമ്മൾ ജയിക്കാൻ വേണ്ടി, നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യും. ഇതിൽ വളരെ ചിലപ്പോൾ നമുക്ക് ചിലർക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്യാനുള്ള അവസരം കിട്ടും, ചിലപ്പോൾ അത് ചെയ്തു കൊടുക്കാനുള്ള അവസരം കിട്ടില്ല. ഫോർമാലിറ്റിക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം, പക്ഷേ റിയലായിട്ട് അവർക്ക് വൃത്തിയായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടാതിരിക്കുക. പക്ഷേ വെൻ യു ഗോട്ട് ദാറ്റ്, മേക്ക് ഇറ്റ് കൗണ്ട്സ്. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു അവസരം മറ്റൊരാൾക്ക്, നമ്മളെ സഹായിച്ച ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നമ്മളെ മറ്റൊരു ലെവലിലേക്ക് മാറ്റാൻ ഹെൽപ്പ് ചെയ്ത വ്യക്തിക്ക് ഒരു അവസരം നമുക്കെന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കിട്ടുകയാണെങ്കിൽ മേക്ക് ഇറ്റ് കൗണ്ട്സ് എന്നല്ലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ധോണിയുടെ പ്രിയപ്പെട്ടവനായി ജഡേജ വളർന്നു വന്നു. ആൻഡ് 2022 കഴിഞ്ഞു, 2023 എത്തി ഫൈനൽ. ഓക്കെ, ഫൈനൽ ഓഫ് IPL മാച്ച്. ഓൾമോസ്റ്റ് ധോണി ആളുടെ IPL കരിയർ അവസാനിപ്പിക്കേണ്ട ലെവലിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ IPLൻ്റെ ഫൈനൽ 2023 ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ഒരുപാട് ക്രൗഡ് നോക്കിയിരിക്കുന്നു. ആ ഫൈനലിൽ ഓൾമോസ്റ്റ് ഭയങ്കര ടൈറ്റ് മാച്ചാണ്. ഓക്കെ, ധോണി ഫിനിഷ് ചെയ്യും എന്നുള്ളത് ഉറപ്പായിരുന്നു കാണികൾക്ക്. പക്ഷേ എന്തുകൊണ്ടോ ധോണി വന്നതും ഔട്ടായിപ്പോയി. ധോണി വന്നതും ഡെക്കായിരുന്നു തോന്നുന്നുണ്ട്, ഇമ്മീഡിയറ്റ്ലി ഔട്ടായി. കാരണം ധോണി ഫിനിഷ് ചെയ്യും എന്നെ സംഭവിച്ചാണ് ധോണി ഫിനിഷ് ചെയ്യും എന്നല്ല, അതായത് ആ മാച്ച് ധോണിക്ക് വേണ്ടി സേവ് ചെയ്ത് വെച്ച് എന്ന രീതിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കാരണം ലാസ്റ്റ് ഓവേഴ്സ് ധോണി ബാറ്റിങ്ങിന് വരുന്നു, അപ്പോൾ ധോണിക്ക് പറ്റിയ സിറ്റുവേഷൻ എന്ന ലെവലിൽ. പക്ഷേ ധോണി വന്നതും പെട്ടെന്ന് തന്നെ മോഹിത് ശർമ്മയുടെ ബോളിൽ ഇമ്മീഡിയറ്റ്ലി ഒരു സോഫ്റ്റ് ഡിസ്മിസൽ എന്ന് പറയാം. അതായത് ഒരിക്കലും അത് ഔട്ടാകാമെന്നുള്ള സാധ്യതയുള്ള ഷോട്ടായിരുന്നു. അത് നോർമൽ ഷോട്ട് കളിച്ചിട്ട് ധോണിക്ക് അറിയാതെ നമ്മുടെ ഫീൽഡറിൻ്റെ കയ്യിൽ പോകണം, അപ്പോൾ ധോണി ഔട്ടാവണം. ധോണി അത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് നടന്നു പോകേണ്ടായിരുന്നത്. കാരണം ധോണി പോലും എക്സ്പെക്ട് ചെയ്യില്ല ആ ബോളിൽ താൻ ഔട്ടായിട്ടുണ്ടാവുന്നു. ഓക്കെ, ഡിസ്റ്റർബ്ഡ് ആയിട്ട് വന്നു. അതിനുശേഷം നമ്മുടെ എന്താ പറയുക, അവൻ്റെ പ്ലെയേഴ്സ് ഡ്രസ്സിംഗ് റൂമിൽ ധോണി വളരെയധികം പ്രയേഴ്സ് പോലെ ഇരിക്കേണ്ടായിരുന്നു, വളരെ സൈലൻ്റ് ആൻഡ് കാമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കേണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ നമ്മുടെ ഗ്രൗണ്ടിൽ ജഡേജ. യെസ്, ധോണി വളരെ ഹോപ്പും നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് അറിയാതെ തന്നെ നോർമലി ഫൈനൽ ഓവേഴ്സിൽ ധോണി ആയിരിക്കും ക്രീസിലുണ്ടാകുക. അപ്പോൾ ധോണിക്ക് അതിൽ ഭയങ്കര കോൺഫിഡൻറ്റ്, ഞാനിത് ഫിനിഷ് ചെയ്യും എന്നുള്ള ഉറപ്പുണ്ടാകും. പക്ഷേ ഇവിടെ നിൽക്കുന്ന സമയത്ത് ധോണിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്ത് ജഡേജ അവിടെ ബാറ്റ് ചെയ്യണം. അപ്പോൾ ധോണി വളരെയധികം ഹോപ്പോടെ ഇങ്ങനെ വളരെ പേഷ്യൻ്റായിട്ട് നോക്കിയിരിക്കുന്ന ഒരു സീനുണ്ട്. അവിടെയാണ് ജഡേജ ആളുടെ 10 വർഷത്തെ നന്ദി തിരിച്ചു കാണിക്കാൻ പോകുന്നത്. ഓക്കെ, കാരണം ഈ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത വ്യക്തികൾക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം തിരിച്ചു കൊടുക്കുന്നതാണ്. ധോണി ആ വിജയം വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് ധോണിയുടെ ആ സമയത്ത് ഒരു ഫേസ് കണ്ടാൽ തന്നെ അറിയാം. ഒരു മാച്ചിന് വേണ്ടി ഇത്രയും ഇൻവോൾവഡ് ആയിട്ട് ഡീപ്പായിട്ട് ഇമോഷണലായിട്ട് ഇരിക്കുന്ന ഒരു ധോണിയെ വളരെ റയറായിട്ടേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഒരു ധോണി അന്നത്തെ കളി ജയിക്കണമെന്ന് ധോണി വളരെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇമോഷണലി ആക്ച്വലി പേഴ്സണലി ഐ വാണ്ട് ദിസ് എന്ന ലെവലിലേക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാ കാര്യത്തിലും ഒരു പക്ഷേ ധോണി ചിലപ്പോൾ കുറച്ച് പ്രൊഫഷണലായിട്ട് പോകുമായിരിക്കാം, ഇതിൽ വളരെ ഇൻവോൾവഡ് ആയിരുന്നു. ആ സിറ്റുവേഷനിലാണ് ധോണിക്ക് വേണ്ടി ജഡേജയുടെ ഒരു മാസ്റ്റർ ക്ലാസ് ഫിനിഷാണ് സംഭവിക്കുന്നത്. ഓക്കെ, അന്ന് ധോണി ഓടി വന്നിട്ട് ജഡേജനെ തൂക്കുന്ന ഒരു സീനുണ്ട്. അതായത് പൊക്കിയെടുത്ത് എന്താ പറയുക, ഒരു ചെറിയ കുട്ടീനെ ഒരു അച്ഛൻ തൂക്കുന്ന ഒരു മാതിരി സീനിലാണ് ധോണി ഓടി വന്ന്, അത്ര ഇമോഷണലായിട്ട് ഓടി വന്ന് ധോണി ജഡേജയെ തൂക്കുന്നത്.
ജഡേജ തനിക്ക് ചെയ്തു തരുന്നതെല്ലാം തിരിച്ച് ആ ഒരു ഇന്നിങ്സ് കൊണ്ട് ധോണിക്ക് നന്ദി പറയുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനായിരുന്നു. വളരെ എന്താ പറയുക, ഈവൻ ധോണി ജഡേജ ഫാൻസിനെ വളരെ ഒരു ബ്യൂട്ടിഫുൾ ട്രീറ്റും കൂടിയായിരുന്നു അത്.